ഇന്നത്തെ നമ്മളെ വീഡിയോ എൻ്റെ ഒരു ഡെലിവറി സ്റ്റോറി നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു തരികയാണ്. ഏതോ പ്രൊസീജിയറിലൂടെ ഞാൻ കടന്നുപോയി ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചു. വേദന കൂടിയപ്പോൾ ഡോക്ടർ വിളിച്ചു സംസാരിച്ചപ്പോൾ ടൈം എടുക്കും C-സെക്ഷൻ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നേരെ C-സെക്ഷനിലേക്ക് പോയി. എങ്ങനെ പോയാലും എനിക്ക് ഈ അവസാനം എത്തുമ്പോൾ C-സെക്ഷൻ, 2 വേദന സഹിക്കേണ്ടി വരും. അവസാനം C-സെക്ഷൻ. ഹലോ, നമസ്കാരം, വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. ഇന്നത്തെ നമ്മളെ വീഡിയോ എൻ്റെ ഒരു ഡെലിവറി സ്റ്റോറി നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു തരികയാണ്. അപ്പോൾ ഡെലിവറി സ്റ്റോറി പറയുമ്പോൾ എന്താ പറയുക, ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ബർത്ത് വ്ളോഗായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും കുറച്ച് ഡിസ്ക്രൈബ് ചെയ്തിട്ട് പറയണമെങ്കിൽ ഇത് ഈ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് എന്തൊക്കെ ഞാൻ ഏതൊക്കെ പ്രൊസീജിയറിലൂടെ ഞാൻ കടന്നുപോയി എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചു. സോ ആഫ്റ്റർ ലോങ് ഇയേഴ്സ്, അല്ലെങ്കിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ മക്കൾ ഈ വീഡിയോ കാണാൻ ഇടയാവുകയാണെങ്കിൽ സോ അവർക്ക് മനസ്സിലാവട്ടെ എങ്ങനെയാണ് അവർ ഈ ഭൂമിയിലേക്ക് വന്നതെന്ന് മനസ്സിലാവട്ടെ. എന്തായാലും അവർക്ക് അറിയുണ്ടാവും. എങ്കിൽ കൂടി നമ്മൾ ഈ വീഡിയോ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മെമ്മറീസ് നമ്മൾ കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വിട്ടുപോകും. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴും അവർക്ക് എന്ന് വേണമെങ്കിലും എടുത്ത് നോക്കി കാണാം, അവരുടെ ബർത്ത് സ്റ്റോറി. സോ ഇന്ന് ഞാൻ എന്തായാലും നീട്ടി വരിക്കാതെ എൻ്റെ കഥയിലേക്ക് പോവാം. അപ്പോൾ ഒരു ദിവസം, അതായത് എന്താ പറയുക, പെരുന്നാളിൻ്റെ അന്നാണ് എൻ്റെ ഈ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളെ ഈദിന് ആണ്. ജൂൺ 8 ആണ് ഞാൻ ഹോസ്പിറ്റലിൽ പോണേ. ജൂൺ 7 മുതൽ സ്റ്റാർട്ട് ചെയ്യും കഥ കേട്ടോ. അപ്പോൾ ജൂൺ 7 പെരുന്നാളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വീട്ടിൽ അമ്മ അച്ഛനൊക്കെ ചിക്കനൊക്കെ മേടിച്ച് തന്നു. നമ്മൾ ചിക്കനൊക്കെ കഴിച്ചു. അതുപോലെ തന്നെ പുതിയ ഡ്രസ്സൊക്കെ എടുത്ത് തന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പോയോണ്ടിരിക്കുകയായിരുന്നു. രാത്രി ആയപ്പോഴാണ് എനിക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കും തലയ്ക്കൊക്കെ ഇതേപോലെ കോൺട്രാക്ഷൻസ് ഇടയ്ക്കും തലയ്ക്കും വന്ന് പോണ കാരണം അത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടൊക്കെയാണ് വന്നിരുന്നത്. കുറച്ച് ടൈം എടുത്തിട്ട് അപ്പോഴും ഇപ്പോഴും കാണുന്ന കാരണം ഓക്കെ അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. നൈറ്റ് ആയപ്പോൾ ഞാൻ നേരത്തെ തന്നെ കിടന്നു. പിന്നെ ഒന്ന് കുറച്ച് നേരം ഉറങ്ങി. ഒരു 2 ഒക്കെ ആയപ്പോൾ, ഓൾമോസ്റ്റ് 2 or 1:45, 1:45, 2 മണി ആ ഒരു ടൈമിലൊക്കെ ആയപ്പോൾ, രാത്രി ആയപ്പോൾ എന്താ പറയുക, ഇങ്ങനെ വേദന ഉണ്ട്. അപ്പം ഞാൻ യൂറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാത്റൂമിലേക്ക് പോകാൻ നീറ്റ് ഒരു പോയപ്പോൾ എനിക്കിങ്ങനെ വേദന ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ പിന്നെ അതിന് ശേഷം എനിക്ക് കിടക്കാൻ സുഖമില്ല, ഇടയ്ക്കിടയ്ക്ക് ഇത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ പറയണോ വേണ്ട, അത്ര അങ്ങോട്ട് ഇതായിട്ടില്ല, എന്തായാലും രാവിലേക്കൊക്കെ ആവുള്ളൂ. നമുക്ക് ആ ഒരു സ്റ്റാർട്ടിങ്, നമുക്ക് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് കഴിഞ്ഞുള്ള കാരണം, എക്സ്പീരിയൻസ് ഉള്ള കാരണം ചിലപ്പോൾ രാവിലേക്കൊക്കെ ആവുള്ളൂ. അപ്പോൾ നീറ്റ് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വെച്ചിട്ട് ഞാൻ ഒന്നൊക്കെ ഇടുന്നു. പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ വീണ്ടും ഞാൻ മൂത്രമൊഴിക്കാൻ പോയപ്പോൾ നമ്മൾ ബ്ലഡ് ക്ലോട്ട്സും അതുപോലെ തന്നെ മ്യൂക്കസ് പ്ലഗും പോയിട്ടുണ്ട്. അപ്പം ഞാൻ അമ്മേനെ കാണിച്ചു കൊടുത്തു. അപ്പം അമ്മ പറഞ്ഞു വാ പോവാന്ന് പറഞ്ഞിട്ട് അമ്മ അച്ഛൻ്റെ അടുത്തും, അതുപോലെ തന്നെ വിഷ്ണു നൈറ്റാണ്. അപ്പം നൈറ്റ് ഡ്യൂട്ടി പകൽ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നൈറ്റ് കിടന്നുറങ്ങുന്ന ടൈമാണ്. അപ്പോൾ അവനെ വിളിച്ചു. അവൻ ആ ടൈമിലാണ് വന്ന് കിടന്നുറങ്ങാറ്. അത് കഴിഞ്ഞിട്ട് നല്ല ഉറക്കമായിട്ടുണ്ടായിരുന്നു. എന്നാലും ആൾ ഫോൺ എടുത്തു, അനിയൻ വിളിച്ചിട്ട്. ഞാൻ പെട്ടെന്ന് പേടിക്കേണ്ട വെച്ചിട്ട് ഞാൻ വിളിച്ചില്ല. അപ്പോൾ ഞാൻ ഈ വെപ്രാളത്തിൻ്റെ ഇടയിൽ ഈ കാര്യങ്ങൾ നോക്കുമ്പോൾ ഞാൻ മെസ്സേജ് അയച്ചിട്ടു. അനിയൻ വിളിച്ചു, ഇങ്ങനെ വയ്യാണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ബ്രദർ ഉണ്ടായിരുന്നു ഇവിടെ, രണ്ടാമത്തെ അനിയൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ വിഷ്ണുവിൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഇപ്പം തന്നെ പോകാൻ പറഞ്ഞിട്ട് മാമനെ വിളിച്ചു. മാമന് വണ്ടിയിട്ട് വന്നു. അപ്പോൾ അച്ഛൻ, മാമൻ, അനിയൻ, ഞാൻ, അമ്മ, എൻ്റെ മൂത്ത മോള് ഒക്കെ കൂടിയിട്ട് ഇവിടുന്ന് പോവുകയാണ്. നമ്മൾ ഓൾറെഡി ബാഗ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ബാഗൊക്കെ എടുത്ത് നമ്മൾ ഇവിടുന്ന് നേരെ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോയപ്പോൾ കാഷ്വാലിറ്റിയിലേക്കാണ് ആദ്യം പോയത്. കാഷ്വാലിറ്റിയിലെത്തി.
അപ്പോൾ വണ്ടിയിൽ പോകുന്തോറും എനിക്കിങ്ങനെ പെയിൻ ഉണ്ടായിരുന്നുണ്ട്, ഇടയ്ക്കും തലയ്ക്കുമായിട്ട് പെയിൻ വരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, കാഷ്വാലിറ്റി ഡോക്ടറായിരുന്നു. അപ്പോൾ ഡോക്ടർ എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ മ്യൂക്കസ് പ്ലഗ് പോയിട്ടാണ് വന്നത്, പിന്നെ പെയിൻ ഇങ്ങനെ 15 മിനിറ്റ് ഗ്യാപ്പിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നേരെ ലാബ് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അഡ്മിഷൻ എടുക്കാൻ പറഞ്ഞിട്ട് അനിയനും മാമനൊക്കെ പോയിട്ട് അഡ്മിഷനൊക്കെ എടുത്തു. ഡോക്ടർ ഓൾറെഡി നമ്മളുടെ അടുത്ത് നമുക്ക് ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നത് 13-ാം തീയതിയാണ് ഡെലിവറി. 12-ാം തീയതി വന്നിട്ട് അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഡോക്ടർ പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഡോക്ടർക്ക് നമ്മൾ ശരിക്കുള്ള ഡേറ്റ് 14-ാം തീയതി ആയിരുന്നു കേട്ടോ, ശനിയാഴ്ച ആയിരുന്നു. അപ്പോൾ അത് ഡോക്ടർ ചേഞ്ച് ചെയ്തിട്ട് പിന്നെ 12-ാം തീയതിക്കൊക്കെ ആക്കി. അപ്പം ഡോക്ടർക്ക് ട്രാവൽ ഒരു അത്യാവശ്യം അർജൻറ്റായിട്ടുള്ള ഒരു ഇതുണ്ട്, അപ്പോൾ നമുക്ക് 12-ാം തീയതി ഡെലിവറി നോക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ സെറ്റായി. അപ്പോൾ 11-ാം തീയതി വന്നിട്ട് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. 12-ാം തീയതി രാവിലെ നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാം എന്നുള്ളതിൽ. വേദന ഒന്നും വന്നിട്ടില്ല, അല്ലെങ്കിൽ നോർമൽ ബർത്തായിട്ട് അങ്ങനെ പോവാം. അങ്ങനെ വിഷ്ണുവിന് 11-ാം തീയതി അവിടെ നിന്ന് പോകുന്നു. വിഷ്ണു രാവിലെ 12-ാം തീയതി ഇങ്ങോട്ട് നാട്ടിലേക്ക് എത്തണം. അപ്പം നമ്മൾ ആ വിഷ്ണു കൂടെ ഉണ്ടാവും എന്നുള്ള ധൈര്യത്തിലാണ് നമ്മൾ. പക്ഷെ നമുക്ക് എന്താണ് 4 ദിവസം മുന്നേ ആയി, 4 ദിവസമല്ല 3 ദിവസം മുന്നേ ആയി, 4 ദിവസം മുന്നേ വേദനയും വന്നു. അപ്പോൾ 8-ാം തീയതി അതായത് പുലർച്ചെ സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി നേരെ ലാബ് റൂമിലേക്ക് പോയി. ലാബ് റൂമിൽ അവർ PV ഒക്കെ ചെയ്തു. സിസ്റ്റർ ഉണ്ടായിരുന്നു, അപ്പോൾ PV ചെയ്തു. ഡോക്ടറെ അറിയിച്ചപ്പോഴാണ് അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞത്. അങ്ങനെ ഡോക്ടർ രാവിലെ വരും എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ PV ചെയ്തപ്പോൾ ഡയലേറ്റഡ് ആണ്, ആയിട്ടില്ല, ഓപ്പണായി വരുന്നുള്ളൂ, സർവീസ് ഓപ്പൺ ആണെന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇനി വീട്ടിലൊന്നും പോകുന്നില്ല. ഒരു റൂം എടുക്കുമ്പോഴത്തേനും ബാക്കി എല്ലാവരും ലാബ് റൂമിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു. അപ്പോൾ ലേബർ സ്യൂട്ട്, അതായത് നമ്മളെ കൂടെ അമ്മയ്ക്കോ അല്ലെങ്കിൽ ഹസ്ബൻഡിനൊക്കെ നിൽക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഫെസിലിറ്റി ഉണ്ട് അവിടെ. അപ്പോൾ പോയ സമയത്ത് അവർ കടത്തില്ല, അവരെല്ലാം ചെയ്തു, PV ഒക്കെ ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞ വരെ അവിടെ കിടന്നോളാൻ പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ജ്യൂസ് എന്തെങ്കിലും കുടിക്കാൻ പറഞ്ഞു. അപ്പോൾ ജ്യൂസ് മേടിച്ചു തന്നു, അത് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് 8 മണിയുടെ മുന്നായിട്ട് ഭക്ഷണം കൊടുത്തോളാൻ പറഞ്ഞിട്ട് ഇവിടുന്ന് അമ്മ ദോശയും സാമ്പാറൊക്കെ ഇട്ട് ഉള്ളിലേക്ക് വന്ന് ഞങ്ങൾ അതൊക്കെ കഴിച്ചു. അമ്മ തന്നു. അപ്പത്തിന് എൻ്റെ ക്യാൻഡിൽ കുത്തിയിട്ടുണ്ടായിരുന്നു കൈമ. അങ്ങനെ മരുന്നൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക, എന്തുണ്ടായി, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ വന്നു. അരമണിക്കൂർ ആയപ്പോഴത്തേനും ഡോക്ടർ വന്നു. ഡോക്ടർ വന്ന് PV ചെയ്തപ്പോൾ പറഞ്ഞു, ഇപ്പോൾ ഓപ്പൺ ആയിട്ടൊന്നും ഇല്ല, ഡയലേറ്റഡ് ആണ്, എന്തായാലും 2 ഗുളിക നമുക്ക് ഇൻഡ്യൂസ്, മറ്റേ വേദന വരാനുള്ള മരുന്ന് 2 ഇപ്പോഴും, പിന്നെ ഉച്ചയ്ക്ക് 2 അങ്ങനെയായിട്ട് കൊടുക്കാം. അപ്പോൾ വല്ല ഓപ്പണായി വരുന്നു പറഞ്ഞു, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ 2 ഗുളിക കഴിച്ചു. അപ്പോൾ എൻ്റെ മുന്നത്തെ C-സെക്ഷൻ ആയിരുന്നു. അപ്പം ഞാനാണ് ഡോക്ടറെ അടുത്ത് കുഴപ്പമൊന്നുമില്ലെങ്കിൽ സിസേറിയൻ ചെയ്യേണ്ട, നോർമൽ ഡെലിവറി നോക്കാം. അപ്പോൾ അപ്പോഴത്തെ ഹെൽത്ത് കണ്ടീഷൻ വെച്ചിട്ട് കുഴപ്പമില്ല, നോർമൽ ഡെലിവറിക്ക് പോസിബിൾ ആണ്, സ്റ്റിച്ചൊന്നും പ്രശ്നമില്ല, സ്റ്റിച്ചിന് വേദന ഒന്നുമില്ല. അപ്പോൾ പിന്നെ നോർമൽ ഡെലിവറിക്ക് നമ്മൾ നോക്കി. അങ്ങനെ ഫസ്റ്റത്തെ 2 ഗുളിക കഴിച്ചു. പെയിൻ ഇങ്ങനെ വന്നും പോയി നിൽക്കും. അപ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പ്രശ്നത്തില്ലെങ്കിൽ റൂമിൽ പോയി കിടന്നോ, നല്ല വേദന വരുമ്പോൾ ലാബ് റൂമിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ റൂമിലേക്ക് പോകാൻ, മോളുണ്ട്, അപ്പോൾ മോളുടെ ഇരിക്കാമല്ലോ അത്രയും നേരം. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ റൂമിലേക്ക് പോയി. പിന്നെ വേദന വരുമ്പോൾ അവർ വിളിക്കും, ലാബ് റൂമിൽ നിന്ന് വിളിക്കും PV ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കൊരു എന്താ പറയുക, ഒരു ഉച്ചയായപ്പോൾ 1 മണിയൊക്കെ ആയപ്പോൾ അടുത്ത ഗുളിക തന്നു. ഫുഡ് കഴിച്ചിട്ട് അടുത്ത ഗുളിക തന്നു. ഞാൻ ചോറൊക്കെ കഴിച്ചിട്ട് പോയപ്പോൾ അവർ രണ്ടാമത്തെ ഗുളിക 2 ഗുളിക തന്നു. അങ്ങനെ 4 ഗുളിക കഴിച്ചിട്ടാണ്. അപ്പോൾ വീണ്ടും പെയിന് അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി വരാൻ തുടങ്ങി. ടൈം ഇൻ്റർവെൽസ് സ്പേസ് കുറഞ്ഞിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ നമ്മളൊരു 5 മണി വരെ, അപ്പോൾ അവർ എൻ്റെ അടുത്ത് ചോദിച്ചു റൂമിലേക്ക് പോകണമെങ്കിൽ പോവാം, ഇവിടെ കിടക്കാം, എക്സസൈസ് ചെയ്യേണ്ട, കാരണം 2 സെൻറ്റിമീറ്റർ ഒക്കെ ഡയലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം
അപ്പോൾ അവർക്കൊരു പേടിയാണ്, പിന്നെ സിസേറിയൻ ആയിരുന്നല്ലോ മുന്നത്തെ. അപ്പോൾ അതുകൊണ്ട് ആ സിസ്റ്റർമാർ വേണ്ട, കിടന്ന് റെസ്റ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ റെസ്റ്റ് എടുത്തു. ഞാൻ ബെഡിൽ കിടക്കുന്നതായിരുന്നു റൂമിൽ പോയിട്ട്. അപ്പോൾ റൂം ഫസ്റ്റ് ഫ്ലോർ, ലാബ് റൂം വരുന്നത് 3rd ഫ്ലോർ ആട്ടോ. അപ്പം ഞാൻ താഴത്തേക്ക് പോവും, പിന്നെ അത് കഴിഞ്ഞിട്ട് ടൈം അവർ വിളിക്കുമ്പോൾ 5 മണിയായപ്പോൾ പിന്നെ പോയി അങ്ങനെ വീണ്ടും നോക്കും. അങ്ങനെ ആയിട്ട് വൈകുന്നേരത്ത് ഞാൻ ചായ കുടിച്ച് എന്താ പറയുക, പഴംപൊരി അല്ല, ചായയും പരിപ്പടമൊക്കെ കഴിച്ചിട്ട് ഞാൻ നേരെ ലാബ് റൂമിലേക്ക് പോയി. അവർ വിളിച്ചിട്ട് പോയി. അങ്ങനെ പോയപ്പോൾ എനിക്ക് നിൽക്കാൻ വയ്യ, ക്ഷീണമായേക്കണം. ഒന്നാമത്തെ രാത്രി തുടങ്ങിയ പെയിന്, പിന്നെ എനിക്ക് ഉറക്കം കിട്ടണില്ല ഈ വേദന കാരണം. അങ്ങനെ എന്താ പറയുക, അവർ നോക്കിയിട്ട് പറഞ്ഞു ഒന്നായിട്ടില്ല, ഇവിടെ കിടന്നു ഇനി പോവണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ അടുത്ത് പോവണ്ട, ഇനി ഇവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞപ്പം ഞാൻ അവിടെ ലാബ് റൂമിൽ കിടന്നു. ലാബ് റൂമിൽ പിന്നെ ഫുൾ പെയിൻ അങ്ങനെ ആയിട്ട് ഒരു 9-10 മണി വരെ ഇങ്ങനെ തന്നെ. അപ്പത്തിന് അമ്മ ഉള്ളിൽ കയറി, പിന്നെ അമ്മ ഒഴിഞ്ഞു തരലും അങ്ങനെയൊക്കെ ആയിരുന്നു. ഒഴിഞ്ഞു തരാൻ സപ്പോർട്ട് ചെയ്യാൻ അമ്മ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മ എന്താ പറയുക, പോയി. അമ്മ ഭക്ഷണം കഴിച്ചില്ല. അമ്മയ്ക്ക് ടെൻഷനായിട്ട് അമ്മ ഭക്ഷണം കഴിച്ചില്ല, പുറത്തിരിക്കണവർ ഭക്ഷണം കഴിച്ചില്ല, പാവും എന്നുള്ള രീതിയിൽ. അതുവരെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേനും 2 പിള്ളേർ ആ സമയത്ത് വന്നു. അവർക്ക് പെയിൻ വന്നിട്ട് 9 മണി 7 മണി കറക്റ്റ് ടൈം ഓർമ്മയില്ല, എന്നാലും ഒരു 7 മണി 9 മണിൻ്റെ ഉള്ളിൽ 2 കുട്ടികൾ വേറെ വേദന വന്നിട്ട് വന്നു. അതിലൊരു കുട്ടി 10 മണി 11 മണി ആയപ്പോഴത്തേനും ഒരു കുട്ടി പ്രസവിച്ചു. അപ്പം നമ്മളതൊക്കെ ഡയറക്റ്റ് കാണുന്നുണ്ട് നമ്മളെ ലാബ് റൂമിൻ്റെ. നമ്മൾ കിടക്കുന്ന ആ സ്ഥലത്ത് നിന്ന് ഒരു റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പം ആ ടൈം ആകുമ്പോൾ, അപ്പോൾ ആ ടൈം ആവണ സമയത്ത് നമുക്ക് എന്താ പറയുക, നമ്മൾ ഡ്രസ്സ് വെയർ ചെയ്യും, നമ്മളവിടെ പോയി കിടക്കും. അതുവരെ നമ്മൾ ഡ്രസ്സിലായിരിക്കും. അത് കഴിഞ്ഞ് PV ഒക്കെ ചെയ്ത് ഓക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് അവരുടെ ഗൗൺ തരും. എന്നിട്ട് അവിടെ പോയി കിടക്കുക, മുടി 2 ഭാഗത്തേക്ക് കെട്ടി വെച്ച് തരും. അപ്പോൾ ഇതേപോലെ എനിക്ക് ഒരു ടൈം കഴിഞ്ഞപ്പോൾ ഞാൻ കഞ്ഞിവെള്ളമായിട്ട് കുടിച്ചു. എന്നിട്ട് പിന്നെ വേദന കൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കഞ്ഞി അമ്മ കോരി തന്നിട്ട് അത് കുടിച്ചു. അത് കഴിഞ്ഞ് വേദന തീരെ സഹിക്കാൻ പറ്റണില്ല, നിർത്താത്ത പെയിൻ. അപ്പം നോക്കിയപ്പോൾ കുറച്ചുകൂടെ ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ 2 ഇഞ്ചക്ഷൻ തണ്ടലുമ്പോൾ തരുമല്ലോ, അങ്ങനെ 2 സൈഡിലും ഇഞ്ചക്ഷൻ തന്നു. വേദന കൂടിയപ്പോൾ ഡോക്ടർ വിളിച്ചു, സംസാരിച്ചപ്പോൾ ടൈം എടുക്കും എന്ന് പറഞ്ഞു. എന്തായാലും ഒരു ടൈം എടുക്കും. അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്ന ഡോക്ടർ ദീപ്തി എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടർ ആണ് PV ചെയ്തത്. പിന്നെ എൻ്റെ ഡോക്ടർ ഫോൺ ചെയ്യുകയാണ് ചെയ്തിരുന്നത്, കാരണം സൺഡേ ആയിരുന്നു അന്ന്. അപ്പോൾ അവർ അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഡോക്ടറെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു നഴ്സുമാർ. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഡോക്ടർ എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, അങ്ങനെ ദീപ്തി ഡോക്ടർ നോക്കി, അപ്പോൾ കുറച്ച് ടൈം കൂടി എടുക്കുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് 2 സൈഡിൽ ഇഞ്ചക്ഷൻ വെച്ചു, ഗൗണൊക്കെ ഇടിയിപ്പിച്ചു, മുടി 2 ഭാഗത്തേക്ക് കെട്ടി, ഒക്കെ സെറ്റായി. അപ്പോൾ ഇപ്പോൾ വരും എന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുകയാണ് നമ്മൾ. ഇപ്പോൾ അപ്പുറത്തെ റൂമിലേക്ക് പോകും, ഷിഫ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ആ സമയത്ത് വീണ്ടും ഡോക്ടർ PV ചെയ്തു. അപ്പോൾ ഉണ്ണി ഇറങ്ങി വരുന്നില്ല. അപ്പോൾ എൻ്റെ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, അതിന് മുന്നേ ഞാൻ എപ്പിഡുറലല്ല, എൻ്റെ അടുത്ത് ചോദിച്ചു വേദന സംഹാരി വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എപ്പിഡുറലുണ്ട്, പിന്നെന്താ പറയുക, എൻഡോക്സിൻ ഗ്യാസ് മോൻ ഇവിടെ ഉണ്ട് കേട്ടോ. അവനിങ്ങനെ ഉറങ്ങുന്നുണ്ട്, ഇവനിങ്ങനെ ആട്ടാം, തൊട്ടിൽ കിടക്കുന്നുണ്ട്, അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഒരു കൊതുണ്ട്. അപ്പോൾ എന്താ പറയുക, ഈ ഫസ്റ്റ് വിളിച്ച ആ ടൈമിൽ ഗൗൺ ഇടുന്നതിൻ്റെ മുന്നേ ഡോക്ടറോട് ഞാൻ പറഞ്ഞു എനിക്ക് വേദന സഹിക്കാൻ പറ്റില്ല, അപ്പോൾ കുറച്ച് ടൈം എടുക്കും എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ എനിക്ക് എന്തെങ്കിലും വേദന കുറയാനുള്ള എന്തെങ്കിലും ഉണ്ടായി വെച്ചപ്പോൾ എപ്പിഡൂറൽ, പിന്നെ ആൻഡോക്സിൻ ഗ്യാസ്, ആൻഡോജനിക് ഗ്യാസ്, അങ്ങനെ എന്തോ ഒരു ലോഫിംഗ് ഗ്യാസ് ഉണ്ടല്ലോ, ആ സംഭവം, പിന്നെ വേറൊരു പേരും പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ലോഫിംഗ് ഗ്യാസ് മതി, വേദന അറിയില്ല, മറ്റേത് ഇഞ്ചക്ഷൻ ബാക്കിൽ കുത്തണ്ടേ, അപ്പം അതിൻ്റെ പകരം ഞാൻ പറഞ്ഞു ലോഫിംഗ് ഗ്യാസ് മതിയെന്ന്.
ഈ സാധനമാണെങ്കിൽ നമ്മൾ ഇതിന്റെ ഇടയിൽ ഇതിങ്ങനെ വലിച്ചോണ്ടിരിക്കണം. അതെടുത്തിട്ട് വലിയ ഗുണം ഉണ്ടായോ ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ടൊക്കെ ഒരു കുറവുണ്ടെങ്കിലും വേദന തീരെ അറിയാതിരിക്കണമെന്നില്ല. വേദന അറിയുന്നുണ്ട്, പിന്നെ അതിന്റെ ഒപ്പം ഇത് വലിച്ചോണ്ടിരിക്കണം. നമ്മളെ ശ്രദ്ധ മൈൻഡ് ഡൈവേർട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം മേ ബി. പക്ഷെ എനിക്കത് അത്ര യൂസ്ഫുൾ ആയിരുന്നു തോന്നിയില്ല. കൂടുതൽ ഞാൻ ടയേർഡായ പോലെ എനിക്ക് ഫീൽ ചെയ്തു. എന്നിട്ട് പിന്നെ ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഇനിയും 3 മണിക്കൂർ ചിലപ്പോൾ എടുക്കും പുറത്തേക്ക്. ആ സമയത്ത് PV ചെയ്തപ്പോൾ പറഞ്ഞു ഇറങ്ങി വന്നിട്ടില്ല, എന്താ പറയാ, സർവീസ് ഓപ്പൺ ആണ്, പക്ഷെ കുട്ടിയുടെ തല ഇറങ്ങി വരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഓൾമോസ്റ്റ് ഈ ഇത്രയും 3 മണിക്കൂർ കാലത്തേക്കാൻ എനിക്ക് തീരെ, ഞാൻ ടയേർഡാണ്. പിന്നെയും എന്നിട്ട് ആയില്ലെങ്കിൽ വീണ്ടും C-സെക്ഷൻ ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടർ C-സെക്ഷൻ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നേരെ C-സെക്ഷനിലേക്ക് പോയി. എങ്ങനെ പോയാലും എനിക്ക് ഈ അവസാനം എത്തുമ്പോൾ C-സെക്ഷൻ, 2 വേദനയും സഹിക്കേണ്ടി വരും. അവസാനം C-സെക്ഷൻ. ഇതന്നെ തല ഇറങ്ങി വരില്ല ഉണ്ണിയുടെ. പെയിന് മൊത്തം സഹിക്കും വേണം. അവസാനം C-സെക്ഷനിലേക്ക് പോകും. അപ്പൊ തന്നെ C-സെക്ഷൻ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു രാവിലെ തന്നെ. ഞാൻ നോർമൽ ആവുകയാണെങ്കിലുള്ള ഗുണങ്ങൾ നമുക്കറിയാലോ, വേഗം റിക്കവർ ആവും, പിന്നെ ബോഡിക്ക് നല്ലത് അതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഒരു ഓപ്ഷൻ നോർമൽ ഡെലിവറി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചത്. പക്ഷെ എന്താ പറയാ, ദൈവത്തിന്റെ ഒരു ഇതുണ്ടാവല്ലോ, പഠിച്ചൊരു കാര്യം നിശ്ചയിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അത് വഴിക്ക് തന്നെ പോയി. അപ്പോൾ സിസേറിയനായി. വലിയ പ്രശ്നമൊന്നുമില്ലാതെ സിസേറിയന് നേരെ കടന്നു. നേരെ പോയിട്ട് അപ്പത്തേക്കും സ്ട്രക്ചറിൽ കിടത്തിയവര് പിന്നെ മരുന്നുകൾ നമ്മളെ വീണ്ടും വേറൊരു ക്യാൻഡില കുത്തി, ഒരു കൈമ വേറെ ഒരെണ്ണത്തിമ വേറെ, അങ്ങനെ. പിന്നെ അപ്പത്തേനും മരുന്ന് ഇഞ്ചക്ട് ചെയ്തു. പിന്നെ ഡോക്ടർ വരാൻ ടൈം എടുക്കുമല്ലോ, അപ്പൊ അത് വരെ വെയിറ്റ് ചെയ്തു. എന്നിട്ട് നമ്മള് അനസ്തേഷ്യ ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ആ റൂമില്. അങ്ങനെ നേരെ അപ്പൊ എന്റെ ഒരു കുട്ടി പ്രസവിച്ചു, വേറൊരു കുട്ടി കൂടി അവിടെ ഉണ്ടായിരുന്നു. 3 ആളുണ്ടായിരുന്നു. ആ കുട്ടിക്കും സിസേറിയൻ പറഞ്ഞുട്ടാ. എന്തടാ സിസേറിയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടി എന്റെ കഴിഞ്ഞിട്ടുള്ള എന്റെ കഴിഞ്ഞിട്ട് ആ കുട്ടിക്ക് സിസേറിയൻ. അപ്പൊ എന്റെ ഒരു 12:30 ആയപ്പോഴാണ് ഇങ്ങനെ ഈ ഒരു ഡിസിഷൻ എടുക്കണേ. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മള് എന്താ പറയാ, ഡോക്ടർ വരാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. ഒരു 1 മണിയുടെ മുന്നേ ആയിട്ട് ഷിഫ്റ്റ് ചെയ്ത് മറ്റേ നമ്മളെ നടു ഇങ്ങനെ ചുരുട്ടി കെടുത്തിയിട്ട് മുട്ട് ഫുള്ള് നമുക്ക് പറ്റുന്നത്ര നമ്മളെ മടക്കി കെടുത്തി നമ്മുടെ സ്പൈനിൽ ബാക്കിൽ അനസ്തേഷ്യ തന്നു. അപ്പൊ അതിന് മുന്നേ എനിക്ക് എന്തെങ്കിലും അലർജീസ് ഉണ്ട് അതൊക്കെ ഓൾറെഡി ചോദിച്ചിട്ടുണ്ടെങ്കിലും വീണ്ടും അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ കോൺഷ്യസ് അല്ലേന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ ചോദിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അലർജീസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പോൾ എനിക്ക് ചെറുപ്പത്തിലൊക്കെ ശ്വാസം മുട്ടുണ്ടായിരുന്നു. പിന്നെ പ്രഗ്നൻസിയിൽ ഇത് കണ്ടിട്ടുണ്ട്, അപ്പൊ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് അനസ്തേഷ്യ തന്നു. എനിക്ക് അലർജി ഉണ്ട്, അപ്പോൾ സ്പൈനൽ അനസ്തേഷ്യ അതോ ജനറൽ അനസ്തേഷ്യ, സ്പൈനൽ തന്നെ തന്നു തോന്നുന്നുണ്ട്. അത് തന്നു. എന്നിട്ട് പിന്നെ നമ്മൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കണം. അന്ന് അവിടെ നമ്മുടെ ഷൈൻ ടോം നടനില്ലേ, അദ്ദേഹത്തിന്റെ ആ ഒരു സർജറി പിറ്റേ ദിവസം ഉണ്ടായിരുന്നു. എൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഡെലിവറിയുടെ ആ ദിവസം രാവിലെ ഉണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ റൂമിന്റെ തൊട്ടപ്പുറത്തായിട്ടാണ് ഉണ്ടായിരുന്നത്. എന്താ പറയാ, ഒരു ആക്സിഡന്റ് ഉണ്ടായല്ലോ, ആളുടെ ഫാദർ മരിച്ചു അതില്. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ആളുടെ കൈക്ക് എന്തിനോ ഇഞ്ചുറി ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ എന്താ പറയാ സർജറി ഉണ്ടായിരുന്നു. എന്നിട്ട് ആ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരുന്നു, സണ്ണില്. അപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ആളുടെ റൂം ഉണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആളെ. അപ്പം ഇതൊക്കെ സിസേറിയൻ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം എല്ലാം ഹീൽ ചെയ്തതിന്റെ ശേഷം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്താ റൂമിൽ 1:30 ആയപ്പോൾ അവിടെ ഈ ഡിസ്കഷനൊക്കെ നടക്കുന്നുണ്ട്. എന്താ പറയാ, ടൊവിനോ തോമസ് വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ സൗബിൻ ഷാഹിർ വന്നിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ പിഷാരടി അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇങ്ങനെ അവിടെ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. ഈ ഇത് തന്നപ്പോ പിന്നെ പെയിന് കുറഞ്ഞു. നമ്മുടെ ബാക്കില് നട്ടലിന് നല്ല വേദന, പൊട്ടണ വേദന ഉണ്ടാവും ആ സമയത്ത്. അതൊക്കെ ഇവരുടെ ഈ സംസാരം കാരണം നമ്മള് നോക്കി വേറെ കാര്യങ്ങൾ ഇപ്പൊ ഉണ്ണി വരുമല്ലോ ആ ചിന്തയായി.
പിന്നെ അത് കഴിഞ്ഞ് ഡോക്ടർ വന്നു. നല്ലൊരു പ്ലസന്റ് മുഖമായിട്ട് വന്ന് എന്താ മോളെ എന്നൊക്കെ ചോദിച്ച് ഷഹന ഓക്കെ അല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ പ്രൊസീജിയറിലേക്ക് കിടന്നു. നമ്മൾ അതിൻ്റെ ഇടയിൽ അവിടെ എന്താ പറയുക, ഇഞ്ചക്ഷൻ എടുക്കണു, ഇത് മാറ്റി കിടത്തുന്നു, പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലൈറ്റ് എല്ലാം കാണുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ വന്നു. അത് കഴിഞ്ഞിട്ട് അടിയിലേക്ക് പിന്നെ ചെയ്യണത് ഇപ്രാവശ്യം എനിക്ക് അധികം ഒന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. മറ്റേത് നമ്മളിങ്ങനെ കത്തി വെക്കണതൊക്കെ ഇപ്രാവശ്യം എനിക്ക് അത്ര ഒന്നും ഫീൽ ചെയ്യാത്ത പോലെ തോന്നിയില്ല. അത് കഴിഞ്ഞിട്ട് ഉണ്ണിയുടെ കരച്ചിൽ ഞാൻ കേട്ടു. നേരെ ഉണ്ണീനെ അവിടെ കൊടുന്ന് കെടുത്തി. അപ്പൊ ഞാൻ എൻ്റെ അടുത്തേക്കല്ല കൊടുന്നത്, നേരെ കൊണ്ടുപോയി. അവനൊരു ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ടായിരുന്നു. കുറച്ച് ലോങ് ആയിട്ടാണല്ലോ ഡെലിവറി എടുത്തത്. ഒരു ദിവസത്തെ 24 hours പെയിൻ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഉണ്ണിക്കും ആ ഒരു സ്ട്രെസ് വരുന്നുണ്ടല്ലോ, അവനും ഇറങ്ങി വരാനുള്ള. അപ്പൊ അതുകൊണ്ടായിരിക്കാം. അപ്പൊ എന്തായാലും ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ NICയിലായിരുന്നു. അത് കഴിഞ്ഞ് 2 മണിക്കൂർ ഒബ്സർവേഷൻ കഴിഞ്ഞിട്ട് നേരെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോഴാണ് ഞാൻ അറിയണത്. അതിന് മുന്നേ എനിക്ക് ഉണ്ണിനൊക്കെ കൊടുന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അവർ തുടച്ചൊക്കെ കഴിഞ്ഞ് എൻ്റെ അടുത്തൊന്ന് കൊടുന്ന് വെച്ച് ഉമ്മ കൊടുത്ത് നേരെ കൊണ്ടുപോയി. പിന്നെ എന്താ പറയുക, പിന്നെ പിന്നെ നമ്മൾ ഉറങ്ങുമല്ലോ, പിന്നെ എല്ലാം നമ്മൾ മറന്നു. ഡോക്ടർ എന്നോട് ചോദിച്ചു, ആ വാക്ക് ഞാൻ എപ്പോഴും മറക്കില്ല, എൻ്റെ ഉമ്മയുടെ ഡെലിവറി എടുത്തത് എന്നെ ആ ഡോക്ടറാണ് പുറത്തേക്ക് എടുത്തത്. ഇപ്പോ ഷഹനയുടെ ഡെലിവറി ഞാൻ എടുക്കുന്നു. ഒരു ആൺകുട്ടിയായി. ആദ്യത്തെ മോളാണ്, ഇപ്പൊ രണ്ടാമത്തെ ആൺകുട്ടി. അതും പ്രസവം നിർത്തുകയാണ്. ഇതില് ഞാൻ പ്രസവം നിർത്തുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഹാപ്പി അല്ലേ, ഭയങ്കര ഹാപ്പി അല്ലേ കാര്യങ്ങള്. നോർമൽ ഡെലിവറിയും കൂടി ആയിരുന്നെങ്കിൽ ഡബിൾ ഹാപ്പി ആയിരുന്നില്ല എന്ന് പറഞ്ഞു. സത്യം വേണ്ട, ഞാൻ മോനാണ് എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ഭയങ്കര. ഞാൻ ആഗ്രഹിച്ചിരുന്നു രണ്ടായാലും എനിക്ക് കുഴപ്പമില്ല, എന്നാലും ഒരു 1% കൂടുതൽ ഞാൻ ആഗ്രഹിച്ചിരുന്നു ഒരു ആൺകുട്ടി ആയിരുന്നെങ്കിൽ. ബിക്കോസ് ഞാൻ പ്രസവം നിർത്തുകയാണ്. അപ്പോൾ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി അങ്ങനെ ആയിരുന്നെങ്കിൽ. അതുപോലെ ഒരു ആൺകുട്ടീനെ കിട്ടി, നല്ലൊരു മോനെ കിട്ടി. അങ്ങനെ നോക്കി കിടക്കുന്നതിൻ്റെ മോൻ. അപ്പൊ എന്തായാലും അങ്ങനെ അവൻ എൻ്റെ എന്താ പറയാ, നമുക്ക് നല്ലൊരു മോനും കിട്ടി മോളെയും കിട്ടി. ആ ഒരു മൊമെന്റാണ്. അപ്പൊ ഡോക്ടർ അത് ചോദിച്ചപ്പോൾ സത്യമായിട്ടും 100% ഞാൻ ഹാപ്പി ആയിരുന്നു. ഇത്രയൊക്കെ പെയിനൊക്കെ സഹിച്ചാലും ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ഹാപ്പി. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മള് റൂമിലേക്ക് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കൊടുന്നു. ആ സമയത്ത് എന്താ നമ്മള് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിന് ഒബ്സർവേഷൻ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് റൂമിലേക്ക് റൂമിൽ മാറ്റിയിട്ട് നമ്മൾ ബോധം പോയി കഴിഞ്ഞാലാണല്ലോ നമ്മുടെ ബാക്കിയുള്ള റിമൂവൽസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഡോക്ടർ സ്റ്റിച്ച് ചെയ്യുക. അതൊന്നും നമ്മൾ അറിയില്ല. കിടന്ന് നമ്മൾ നല്ല ഉറക്കമായി ഉണ്ടാവും. പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് വന്നു. അതെനിക്ക് ഓർമ്മ ഉണ്ട് കേട്ടോ. 2 മണിക്കൂർ വെയിറ്റ് ചെയ്യുന്നു അമ്മോട്. എന്നെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അമ്മേനെ അച്ഛനെയും ഞാൻ കണ്ടു. അപ്പോൾ അവരോട് പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, ഒബ്സർവേഷന് കരുതാവും. അപ്പോൾ അമ്മ അച്ഛൻ്റെ റൂമിലേക്ക് പോയി. ഞാൻ വീഡിയോ എടുക്കുക. തിരിച്ചു കിടക്കുക ചെക്ക്. ഞാൻ ഇവിടെ ആട്ടണുണ്ട്. അപ്പം ഒബ്സർവേഷനിൽ കിടത്തി. അങ്ങനെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ. അപ്പോൾ പുലർച്ചെ രാവിലെ ആയേക്കണു, ഏകദേശം 4 മണി 4:30 ആയപ്പോൾ തന്നെ റൂമിലെത്തി. അങ്ങനെ റൂമിലെത്തിയിട്ട് അപ്പോഴാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ പറയണേ, ഞാൻ ഉണ്ണീനെ കണ്ടില്ല എല്ലാവരും പറഞ്ഞപ്പോൾ ഉണ്ണി ഇങ്ങനെ NICയിലാണ്. അപ്പോൾ ടെൻഷനായി. നമ്മൾ പേടിയപ്പോൾ ഒന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞു അത് വെറുതെ ഒരു ചെറിയൊരു ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ട്, അവൻ കരയൊക്കെ ചെയ്തതാണ്. എന്നാലും അവർക്ക് ഒരു പേടിക്കുക. അവിടുത്തെ അപ്പം ഉണ്ടായിരുന്ന പീഡിയാട്രിഷ്യൻ, കുട്ടികളുടെ ഡോക്ടർ വണ്ടി പോകുന്നുണ്ട് കേട്ടോ. അവിടെ വീട് പണി നടക്കുന്നുണ്ട് ഫ്രണ്ടിൽ. അപ്പോൾ അതിന് വണ്ടി പോവുക. അപ്പൊ എന്തായാലും പീഡിയാട്രിഷ്യൻ കുറച്ച് പേടിയുള്ള കൂട്ടത്തില്. അപ്പൊ എന്തായാലും എടുത്ത സമയത്ത് ചെറിയ ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പൊ അതുകൊണ്ടാണ് വെയിറ്റ് NICയിൽ ഇതാക്കിയുള്ള കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു.
അങ്ങനെ അമ്മ എന്നോട് പറഞ്ഞപ്പോൾ എന്നാലും നമുക്ക് പേടിയാണല്ലോ അങ്ങനെ. അപ്പോൾ പിന്നെ കാണാനും പറ്റില്ല. പിന്നെ അവർ വന്നു, മുറിവൊക്കെ ഇതാക്കി അമ്മോട് പറഞ്ഞു മേല് ചൂടുവെള്ളമായിട്ട് തുടച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ആ ഗൗണൊക്കെ മാറ്റിയിട്ട് മേലൊക്കെ ഒന്ന് തുടയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ചൂടുവെള്ളം എടുത്ത് സിസ്റ്റർ വന്ന് മേലൊക്കെ തുടച്ചന്നു, എല്ലാം നീറ്റാക്കി. എന്നിട്ട് നല്ല ഡ്രസ്സ് നമ്മളെ മാക്സി ഇടിപ്പിച്ചു. എന്നിട്ട് പിന്നെ അവർ ഉണ്ണീനെ കൊടുന്ന് ഫീഡ് ചെയ്യിപ്പിക്കാൻ ഫീഡ് ചെയ്തു. ഫീഡ് ചെയ്തിട്ട് പിന്നെ വീണ്ടും ഒബ്സർവേഷന് കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ പാല് കൊടുക്കുമ്പോൾ വീണ്ടും ഇവന് ഇങ്ങനെ നന്നായിട്ട് കിതപ്പ് വരുന്നുണ്ട്. അപ്പം അതൊന്ന് അവർ മോണിറ്റൈസ് എത്ര ഇതാണ് വരുന്നത്, ഒരു സെക്കൻഡിൽ ഒരു മിനിറ്റിൽ എത്ര ഹാർട്ട് ബീറ്റിൻ്റെ ഇതൊക്കെ റേറ്റൊക്കെ എടുത്തിട്ട് പൾസ് റേറ്റൊക്കെ എടുത്തിട്ട് അങ്ങനെയൊക്കെയാണ് നോക്കിയിരുന്നത്. അപ്പോൾ അവരങ്ങനെ കൊണ്ടുപോയി. അപ്പം നമുക്ക് ടെൻഷനാണ്, പാല് കൊടുക്കും വീണ്ടും. അപ്പോൾ അതിങ്ങനെ കൂടി വരികയാണെന്ന് പറഞ്ഞു. പിന്നെ ഒരു വൈകുന്നേരം ആയപ്പോഴത്തേനും ഉണ്ണീനെ നമുക്ക് ഓക്കെ ആയി എന്ന് പറഞ്ഞിട്ട് നമുക്ക് തിരിച്ച് NICU കെടുത്തിയില്ല. പിന്നെ തന്നു. അന്നത്തെ ദിവസം 9-ാം തീയതി തന്നെ നമുക്ക് ഉണ്ണീനെ തന്നു കേട്ടോ. പിന്നെ അവൻ നമ്മളെ കൂടായിരുന്നു. അങ്ങനെ 2 ദിവസം, പിറ്റത്തെ ദിവസം 10-ാം തീയതി എന്താ പറയുക, 10-ാം തീയതി ആണോ തന്നെ, 10-ാം തീയതിയോ 9-ാം തീയതി ഉണ്ണീനെ നമ്മളെ കയ്യിൽ വൈകുന്നേരത്ത് തന്നു. എന്നിട്ട് പിന്നെ അന്നത്തെ ദിവസം 9-ാം തീയതി തന്നില്ല. 9-ാം തീയതി ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ഇടയ്ക്ക് വന്നിട്ട് നൈറ്റൊക്കെ വന്ന് ഫീഡ് ചെയ്തിട്ട് വീണ്ടും കൊണ്ടുപോകും. അങ്ങനെ ആയിരുന്നു. 10-ാം തീയതി എനിക്ക് ഉണ്ണീനെ തന്നു. ഉണ്ണീനെ തന്നിട്ട് അന്ന് ഞാൻ നമ്മൾ പറഞ്ഞു 11-ാം തീയതി ഡിസ്ചാർജ് ആവാം, എൻ്റെ ഇതൊക്കെ മുറിവൊക്കെ ഓക്കെ ആയിട്ടുണ്ട്, അപ്പോൾ വീട്ടിലേക്ക് പോവാം, വലിയ പ്രശ്നമൊന്നുമില്ല, ഉണ്ണീനെയും ഡിസ്ചാർജ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പക്ഷെ ഉണ്ണിക്ക് ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. 10-ാം തീയതി നമ്മുടെ ഉണ്ണിയുടെ BCG അങ്ങനത്തെ ഇഞ്ചക്ഷൻസ് ഒക്കെ എടുത്തു. ബെല്ലുറോമിൻ മറ്റേ മഞ്ഞപ്പ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ എല്ലാ പ്രാവശ്യവും വെയിൽ കൊണ്ടിട്ടുള്ളത് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നിട്ട് ഞാൻ ഡെലിവറിക്ക് പോണതിൻ്റെ കുറച്ച് ദിവസം മുന്നേ മഴ തുടങ്ങി. അപ്പോൾ വെയിൽ കൊണ്ട് ജനിച്ച ദിവസങ്ങളിലും വെയിൽ ഉണ്ടായിരുന്നില്ല, മഴ ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് വെയിൽ കൊള്ളിക്കാനും പറ്റിയിരുന്നില്ല. പിന്നെ NICU ആയിരുന്നു. അപ്പോൾ മഞ്ഞപ്പ് ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ ചെറിയ രീതിയിൽ മഞ്ഞപ്പുണ്ട്. അപ്പോൾ വീണ്ടും ഒരു ദിവസം കൂടി കെടുത്തിട്ട് ചെക്ക് ചെയ്തിട്ട് വിടാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കെടുത്തി. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു 12-ാം തീയതി എത്തി. ഡോക്ടർ പറഞ്ഞ ദിവസം, ഡെലിവറി ആവുമെന്ന് പറഞ്ഞ ദിവസം ഞങ്ങൾ അവിടുന്ന് ഡിസ്ചാർജ് ആയത്. അതുവരെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്നു. വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. അങ്ങനെ പോയി. പിന്നെ എനിക്ക് ആ ഒരു ടെൻഷനും ആ ഒരു ഡെലിവറി കഴിഞ്ഞ് പെയിനും അതും, പിന്നെ വിഷ്ണു എത്തിയില്ല ആ സമയത്ത്. വിഷ്ണുവിൻ്റെ 12-ാം തീയതിയാണ് എത്തിയത്. പിന്നെ ഉണ്ണി NICU അങ്ങനെയൊക്കെ ആയപ്പോൾ ടെൻഷനും ഇതൊക്കെ ആയപ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്ക് വയ്യാണ്ടായി. അങ്ങനെ പോസ്റ്റ്മോർട്ടം സൈക്കോസിസും വന്നു. അതിന് വീഡിയോ മുന്നത്തെ ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓക്കെ, മരുന്നൊക്കെ കഴിയാറായി. അങ്ങനെ ഇപ്പോൾ എല്ലാതും കൊണ്ട് ഞാൻ ഹാപ്പിയാണ്. 2 ഉണ്ണികളായി, എല്ലാം അടിച്ചു പൊളിച്ച്. ഉണ്ണിയുടെ എന്താ പറയുക, നമ്മുടെ നെയിമിങ് സെറമണിയൊക്കെ നടത്തണം, അതിനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു ഡെലിവറി സ്റ്റോറി. കുറച്ച് നീട്ടി വലിച്ച് പറഞ്ഞു തോന്നുന്നു, എന്നാലും ഞാൻ ഒന്നും മിസ് ചെയ്യാണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്രേ ഉള്ളൂ. ആരും പേടിച്ചിട്ട് അസുഖങ്ങൾ വരുത്താതിരിക്കുക. മാക്സിമം കോൺഫിഡൻ്റ് ആയിട്ട് എന്തിനും നേരിടാനുള്ള ഇത്. നമ്മളെന്തായാലും ഒരു ഉണ്ണിക്ക് ജന്മം കൊടുക്കില്ല. അപ്പം നമുക്ക് എന്തായാലും ദൈവം എന്തായാലും ഒരു സ്ട്രെങ്ത് നമുക്ക് തരും ഏതിനായാലും. അപ്പോൾ പേടിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഞാൻ 2-നും പ്രിപ്പയർ ആയിട്ടാണ് പോയത്. അതുകൊണ്ട് അത്ര വലിയ പ്രശ്നം ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ടുള്ള ചെറിയ എന്താ പറയുക, ഉണ്ണീനെ NICU കിടത്തും, അതൊക്കെ ആയപ്പോൾ ടെൻഷനും പ്രഷറും ഈ നമ്മുടെ ഹോർമോൺ ചേഞ്ചൊക്കെ കാരണമാണ് ഈ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് വന്നത്. ഉറക്കം മിസ്സായി. ഉണ്ണി എൻ്റെ അടുത്തില്ല, ഉണ്ണി NICU പിന്നെ ഉള്ള ദിവസങ്ങൾ ഞങ്ങൾ ഒറ്റയ്ക്കാണ്. അങ്ങനെയൊക്കെ ആയി. വിഷ്ണു കൂടി ഉണ്ടായിരുന്നെങ്കിൽ വിഷ്ണുവിനെ കാണാത്ത വിഷമം എല്ലാം കൂടി ആയപ്പോഴാണ് എനിക്ക് സൈക്കോസിസ് വന്നത് കേട്ടോ. എന്നാലും ദൈവം സഹായിച്ചിട്ട് ഇപ്പോൾ എല്ലാം ഓക്കെയാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ലൈഫ്, നല്ലൊരു ബേബീനെ എല്ലാവർക്കും കിട്ടട്ടെ. എക്സ്പെക്റ്റ് ചെയ്ത് ഇരിക്കുന്ന അമ്മമാരുണ്ട്, അതുപോലെ ഉണ്ണികളില്ലാതെ ഇരിക്കുന്ന അമ്മമാരുണ്ട്.
അവർക്കൊക്കെ നല്ലൊരു ഉണ്ണിനെ കിട്ടട്ടെ. അതുപോലെ തന്നെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, അസുഖങ്ങളിൽ നിന്നൊക്കെ മാറാനും ഒക്കെ ഇതിനു വേണ്ടിയിട്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ, സീ യു.